ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ തിരക്ക് മാത്രമായിരുന്നില്ല, നമ്മുടെ ചാനൽ സംബന്ധിച്ച ഒരു ചെറിയൊരു വിഷമം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചാനൽ നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ച ദിവസങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ 1 ഇയറായിട്ടും മോണിറ്റൈസ് ആവാത്ത ഒരു ചാനൽ എന്നുള്ളൊരു ചീത്തപ്പേര് കിട്ടി. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെയാണ് കേട്ടോ. കാരണം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടണം എന്നുള്ളത് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പം ഞാൻ അതൊട്ടുമേ അതിനോടൊരു നീതി പുലർത്തിയ ഒരാളായിരുന്നില്ല. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് മൂഡുള്ള സമയത്ത് വീഡിയോ എടുക്കും, അപ്ലോഡ് ചെയ്യും. ചില വീഡിയോസൊക്കെ എടുത്തു വെക്കും, അപ്ലോഡ് ചെയ്യില്ല. അങ്ങനെയൊക്കെ ആയി ഒട്ടും ഒരു എന്താ പറയുക, ഒരു ടൈം ടേബിൾ ഇല്ലാത്തൊരു ചാനലായിരുന്നു എൻ്റെത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. 1 ഇയറായിട്ടും മോണിറ്റൈസ് ആവാത്തത് കൊണ്ട് നമ്മുടെ വാച്ച് ടൈം കുറഞ്ഞു വരും. അപ്പോൾ യൂട്യൂബ് ചാനലുള്ളവർക്കറിയാം, നമ്മളെപ്പോഴും ഫോൺ എടുത്തിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് വാച്ച് ടൈം, നമ്മുടെ വ്യൂസ് എല്ലാം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാനും അതിൽ പെട്ട ഒരാൾ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് അറിയണത് ഇങ്ങനെ ഒരു വർഷത്തിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ വാച്ച് ടൈം കുറഞ്ഞു വരുന്നുള്ളത്. അപ്പോൾ നമ്മളത് റീച്ച് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഡെയിലി നമ്മൾ വീഡിയോ ഇട്ടാൽ മാത്രമേ ആ കുറയുന്നതിനനുസരിച്ച് തന്നെ ഡബിളായിട്ട് നമുക്ക് വാച്ച് ടൈം കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതറിഞ്ഞ സ്ഥിതിക്ക് അതറിയുകയും ചെയ്തു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ്, എൻ്റെ വാച്ച് ടൈം കുറഞ്ഞു വരുന്നുണ്ട്. ഏകദേശം ഒരു ഹാഫ് ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ഹാഫല്ല, ഒരു 3/4% ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞു ഒരു ഹാഫ് വരെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കര ഡൗൺ ആയി മീൻസ് യൂട്യൂബ് എനിക്കൊരു തീരെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി, വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡില്ലാണ്ടായി. അങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിട്ടോ. പിന്നെ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയും ഓണാക്കലില്ല, വീഡിയോസ് ഞാൻ എടുക്കും കേട്ടോ. അതെനിക്കൊരു ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യം. ഓരോരുത്തർക്ക് ഹാപ്പിനെസ്സിന് ഓരോ കാര്യങ്ങളാണല്ലോ. ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും, ചിലർക്ക് ഔട്ടിംഗ് ആയിരിക്കും, ഷോപ്പിംഗ് ആയിരിക്കും, അങ്ങനെ പലതും ആയിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ വീഡിയോ എടുക്കുക, നിങ്ങളിലേക്ക് എത്തിക്കുക, അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അതെനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ എന്നാലും ഞാനിപ്പോൾ കുറേ ആലോചിച്ചെടുത്ത തീരുമാനം, എന്തായാലും ഞാനത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും നമ്മുടെ വീഡിയോസ് എല്ലാം ചാനലിൽ കിടക്കട്ടെ, നമുക്ക് എപ്പോഴാണെങ്കിലും എടുത്ത് കാണാമല്ലോ. പിന്നെ എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ച് പെട്ടെന്ന് റീച്ച് ആയിക്കൂടായികയില്ല നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ ലൈഫിലെ ഹാപ്പി മൊമെൻറ്റ്സും പിന്നെന്താ നമ്മുടെ ട്രാവലിങ്ങും എല്ലാം എൻ്റെ വീട്ടിലെ കൊച്ചു സന്തോഷങ്ങളെല്ലാം പഴയതുപോലെ തന്നെ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഓരോന്ന് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇന്നലെ സൺഡേ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. നോർമലായിട്ട് എല്ലാ സൺഡേയിലുള്ള പോലെ തന്നെ മ്യൂസിക് ക്ലാസ്സിൽ പോകാമെന്ന് കരുതി. മോക്ക് ഗിറ്റാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു സീനുട്ടിക്ക്. അതിന് പോകാൻ വേണ്ടി ഞങ്ങൾ 3 പേരും പുറപ്പെട്ടു. നേരെ പോയിട്ടുണ്ടായിരുന്നത് നെസ്റ്റോയിലാണ് കേട്ടോ. നെസ്റ്റോ ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോൾ അടിപൊളിയാട്ടോ. നമ്മൾ എസ്കലേറ്റർ കൽപ്പറ്റ നെസ്റ്റോ പോയവർക്കറിയാം. എസ്കലേറ്റർ കയറി നമ്മൾ നേരെ ചെല്ലുന്ന കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ആയിരുന്നല്ലേ ആദ്യം ഉണ്ടായിരുന്നത്. അത് മാറി അവിടെ ഫുൾ ക്ലോത്തിങ് ആണ്. അതും എല്ലാം ഹാങ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സൗകര്യമാണ് എടുക്കാനും. പ്രൈസ് എല്ലാം അവിടെ തന്നെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയി. നല്ല കുട്ടികൾക്ക് പറ്റിയ അടിപൊളി സെലക്ഷൻ കേട്ടോ. കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ വെർത്താണ് കേട്ടോ. അല്ലാതെ മുതിർന്നവർക്കൊന്നും അത്ര നല്ലതുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുട്ടികളുടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുഡ് വെയർസും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ സിനുട്ടിക്കൊരു ബാഗി പാൻറ്റും, പിന്നെ അമ്പിക്കുട്ടിൻ്റെ വാശിക്ക് അവൾക്കൊരു നല്ല ഗൾഫിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് ക്ലോത്തിൻ്റെ നല്ല നൈറ്റീസ് ഉണ്ട് ചെറിയ കുട്ടിയൊക്കെ പറ്റിയ. അപ്പോൾ അതൊന്നും അവൾക്ക് കൊടുത്തു. അത്ര മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരാൻ നിൽക്കുമ്പോഴാണ് വേറെ അടുത്തൊരു ട്വിസ്റ്റ് ഉണ്ടായത്. സിനുട്ടിക്ക് ഭയങ്കര ആഗ്രഹം, സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം കേട്ടോ. അങ്ങനെ സ്ട്രൈറ്റിൽ നിന്ന് മാറി സ്മൂത്തനിങ്ങിലെത്തി. അപ്പോൾ ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ
ഫാമിലിയിൽ വെഡ്ഡിങ് വരുന്നുണ്ട് നെക്സ്റ്റ് മന്ത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ചെയ്തു തരാമെന്ന് പണ്ടെപ്പോഴോ പറഞ്ഞതാണ്. അപ്പോൾ ഇന്നലെ അവൾ പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം, ന്യൂ ഇയറിൻ്റെ ഓഫർ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞു പോയി നോക്കിയപ്പോൾ അത് ന്യൂ ഇയറിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. ന്യൂ ഇയറിൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ എനി ലെങ്ത്ത് സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൈസ്, ഒരു പർട്ടിക്കുലർ പ്രൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ സമ്മതിച്ചോ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നവരോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗിറ്റാർ ക്ലാസ് മിസ്സാവുകയും ചെയ്യും ഇതിന് ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അവൾ നേരെ രച്ചനെ വിളിച്ച് ചോദിച്ചപ്പോൾ രച്ച് ചെയ്തോളാനും പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ പറയുക, പെട്ടു. അങ്ങനെ ഗിറ്റാർ ക്ലാസ് ക്യാൻസൽ ചെയ്തിട്ട് സ്മൂത്തനിങ്ങിന് വേണ്ടി 1:30 ആയ സമയത്ത് ഇരുന്നിട്ട് 6 മണി വരെ അവിടെ ഇരിക്കേണ്ടി വന്നിട്ട്, നല്ല ടൈം സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ മാത്രം അങ്ങനെ 2 സൈഡിലും ചെയ്തിട്ടുണ്ട്, ബാക്കിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ചെറിയ ഇൻട്രോ എടുത്തത് നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലെ പോയ ചെറിയ കുട്ടി വിശേഷങ്ങൾ. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരിക്കൊരു വീഡിയോ എടുക്കുന്ന ഒരാൾ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇതുപോലെ നല്ല രീതിക്ക് മുന്നോട്ട് ചാനൽ കൊണ്ടുപോകുന്നവർ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ എടുക്കും. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കാണിക്കുകയാണെങ്കിൽ എനിക്ക് എന്താണെന്നറിയില്ല, ഇടയ്ക്ക് ഓർമ്മ വരും, ആ സമയത്ത് ഞാൻ ക്യാമറ എടുക്കും, പിന്നെ ഞാനത് മറന്നു പോകും. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്തായി അതൊക്കെ ഒന്ന് കാണിച്ചാൽ എന്ത് രസം ഉണ്ടാകുമായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വരും. അങ്ങനെ ഇന്നലെ കുറേ പിന്നെ ഭാഗങ്ങളൊക്കെ മിസ്സായിട്ടോ, നല്ല കുറേ മൊമെൻറ്റ്സ് എല്ലാം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതും ഫുഡ് കഴിച്ചതെല്ലാം മിസ്സായി, വാങ്ങിയതും ഒക്കെ അതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താ, വീഡിയോയിലേക്ക് പോവാം. കൈ പിടിച്ചോ? കുട്ടികളെ കാണിച്ചത് ഈ 249 ഷോർട്ട് 240
എത്ര വയസ്സായി? ഓരോന്നിനും ഓരോ പ്രായമുണ്ട്. സിനിമയുടെ മുടി നോക്കണ്ടോ?